ഗുഡ് മോർണിംഗ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കായലിലെ നെച്ചൂടയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നെച്ചൂട എങ്ങനെയാണ് നമ്മൾ തേങ്ങയിട്ട് കറി വയ്ക്കുന്നതെന്നൊന്ന് കാണാം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ, പിന്നെ കൊച്ചുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം അത്യാവശ്യത്തിനെടുക്കുക. ഉലുവാപ്പൊടി ഇത് അരച്ച് നമുക്കൊരു പാനിലേക്ക് കലക്കി വയ്ക്കാം. അപ്പം എന്നിട്ട് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക, മാങ്ങ ഇടുക. മാങ്ങ ഇട്ടാണല്ലോ ഒഴിക്കുന്നത്, അപ്പം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ നമ്മൾ വേണ്ടുന്നത് പച്ചമുളക്. ഇതൊക്കെ ഇട്ട് കറി നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളയ്ക്കണം. തിളച്ച് വന്നിട്ട് നമുക്ക് കറിക്കൊക്കെ ഒന്ന് നോക്കാം, ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചൂട വറക്കിയിടുക. അപ്പോൾ ചൂട നല്ല തിള വന്നിട്ടിടുമ്പം പെട്ടെന്ന് അങ്ങ് വേവും. ഒറ്റ തിള മതി, ഈ മീൻ പെട്ടെന്ന് വേവും. നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ നെച്ചൂട കൂട്ടി ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അത് മീനും കൂടെ പറക്കിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടച്ച് വെച്ച് ഒറ്റ തിളയും കൂടെ വരണം. അപ്പം നമുക്കൊന്ന് ഒന്ന് അടച്ച് വെച്ച് നോക്കാം. അത്യാവശ്യത്തിന് കുറച്ചും ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം. വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്തൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു തിള വരുന്നിടം വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിള വന്നിട്ട് നമുക്ക് നോക്കാം. കറി സ്വാദിഷ്ടമായ നെച്ചൂട മാങ്ങയിട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തരണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, തേങ്ങ അരച്ച എല്ലാ കറിയിലും ലാസ്റ്റ് നമ്മളൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇട്ടാൽ കറി വളരെ സ്വാദിഷ്ടമായിരിക്കും. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂവുക. അപ്പം നമുക്ക് ടാറ്റാ.